وَلِيُمَحِّصَ اللَّهُ الَّذِينَ آمَنُوا وَيَمْحَقَ الْكَافِرِينَ. അങ്ങനെ ഈ പരീക്ഷണത്തിലൂടെ വിശ്വാസികളെ വേർതിരിച്ചു. സത്യനിഷേധികളെ കൊമ്പുകുത്തിക്കുന്നതിന് അവൻ ഉദ്ദേശിച്ചിരുന്നു. أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَيَعْلَمَ الصَّابِرِينَ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിൽ ജീവാർപ്പണം ചെയ്യുന്നവരാരെന്നും അവനുവേണ്ടി ക്ഷമിക്കുന്നവരാരെന്നും അല്ലാഹു ഇനിയും കണ്ടുകഴിഞ്ഞിട്ടില്ലെന്നിരിക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോയിക്കളയാമെന്ന് വിചാരിക്കുകയാണോ? وَلَقَدْ كُنْتُمْ تَمَنَّوْنَ الْمَوْتَ مِنْ قَبْلِ أَنْ تَلْقَوْهُ فَقَدْ رَأَيْتُمُوهُ وَأَنْتُمْ تَنْظُرُونَ. നിങ്ങൾ മരണം കൊതിച്ചിരുന്നു, അതു പക്ഷേ അതിനെ കണ്ടുമുട്ടും മുമ്പായിരുന്നു. ഇപ്പോഴിതാ അത് മുന്നിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ അത് നേരിട്ട് കാണുകയും ചെയ്തു. മദീനയ്ക്ക് പുറത്തുപോയി ആക്രമണം നടത്തണമെന്ന് തിരുമേനിയോട് ശഠിച്ചു പറഞ്ഞ രക്തസാക്ഷിത്വ മോഹികളായ യുവ സ്വഹാബികളെക്കുറിച്ചാണ് ഈ സൂക്തം അവതരിച്ചത്. وَمَا مُحَمَّدٌ إِلَّا رَسُولٌ قَدْ خَلَتْ مِنْ قَبْلِهِ الرُّسُلُ أَفَإِنْ مَاتَ أَوْ قُتِلَ انقَلَبْتُمْ عَلَى أَعْقَابِكُمْ وَمَنْ يَنقَلِبْ عَلَى عَقِبَيْهِ فَلَنْ يَضُرَّ اللَّهَ شَيْئًا وَسَيَجْزِي اللَّهُ الشَّاكِرِينَ. മുഹമ്മദ് ഒരു ദൈവദൂതനല്ലാതൊന്നുമല്ല. അദ്ദേഹത്തിന് മുമ്പും പല പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം നിര്യാതനാവുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോവുകയോ? എന്നാൽ ഓർത്തുകൊള്ളുക, ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. എങ്കിലും അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകുന്ന ദാസന്മാർക്ക് അവൻ പ്രതിഫലം നൽകുന്നു. റസൂൽ രക്തസാക്ഷിയായെന്ന കിംവദന്തി പരന്നതോടെ സ്വഹാബികളിൽ മിക്ക പേരുടെയും മനസ്സ് തളർന്നു. മുസ്ലിങ്ങളുടെ അരികുപറ്റി വർത്തിച്ചിരുന്ന കപടവിശ്വാസികൾ തദവസരം പറയാൻ തുടങ്ങി, നമുക്ക് അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ അടുത്തു ചെല്ലാം. ശത്രുപക്ഷത്തിന്റെ നായകനായ അബൂ സുഫ്യാനോട് നമുക്ക് അഭയം വാങ്ങിത്തരാനായി അദ്ദേഹത്തോട് പറയാം. ചിലർ ഇത്രത്തോളം പറഞ്ഞു കളഞ്ഞു, മുഹമ്മദ് ദൈവദൂതനായിരുന്നുവെങ്കിൽ എങ്ങനെ വധിക്കപ്പെടും? ഇനി നമുക്ക് നല്ലത് പഴയ മതത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇതിനെല്ലാം മറുപടിയായി അല്ലാഹു അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസത്തിനാധാരം മുഹമ്മദിന്റെ വ്യക്തിത്വമാണെങ്കിൽ മുഹമ്മദ് ഇഹലോകവാസം വെടിയുമ്പോഴേക്ക് കുഫറിലേക്ക് മടങ്ങാൻ ഭാവിക്കുമാറ് അത്രയും ദുർബലമാണ് നിങ്ങളുടെ ഇസ്ലാമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് നിങ്ങളെ ആവശ്യമില്ല. وَمَا كَانَ لِنَفْسٍ أَن تَمُوتَ إِلَّا بِإِذْنِ اللَّهِ كِتَابًا مُؤَجَّلًا وَمَن يُرِدْ ثَوَابَ الدُّنْيَا نُؤْتِهِ مِنْهَا وَمَن يُرِدْ ثَوَابَ الْآخِرَةِ نُؤْتِهِ مِنْهَا وَسَنَجْزِي الشَّاكِرِينَ. ജീവനുള്ളതൊന്നും അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ മരിക്കുക സാധ്യമല്ല. മരണമാകട്ടെ അവധി നിശ്ചയിച്ച് എഴുതപ്പെട്ടതുമാകുന്നു. ഈ ലോകത്ത് ഭൗതിക ലാഭം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവന് നാം ഇഹത്തിൽ തന്നെ പ്രതിഫലം നൽകുന്നു. പാരത്രിക ഫലം കാക്ഷിച്ച് പ്രവർത്തിക്കുന്നവനോ പരത്തിലും പ്രതിഫലം നൽകുന്നു. നന്ദി കാണിക്കുന്നവർക്ക് തീർച്ചയായും നാം അവരർഹിക്കുന്ന പ്രതിഫലം നൽകുന്നതാകുന്നു. മരണഭീതി കൊണ്ട് രണാങ്കണം വിട്ടോടുന്നത് വെറുതെയാണെന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണിവിടെ. അല്ലാഹു നിശ്ചയിച്ച അവധിക്ക് മുമ്പായി ആരും മരിക്കാൻ പോകുന്നില്ല. നിശ്ചിത അവധിക്ക് ശേഷം ജീവിക്കാനും പോകുന്നില്ല. അതിനാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് കൈവശമുള്ള ജീവിതാവസരം എന്തിനു വിനിയോഗിക്കണം? പരലോകമോക്ഷത്തിനു വേണ്ടിയാണോ?
കേവലം ഐഹിക ലാഭത്തിനു വേണ്ടിയാണോ വിനിയോഗിക്കേണ്ടത് എന്നതായിരിക്കണം നിങ്ങളുടെ ചിന്താവിഷയം. അല്ലാഹു പ്രതിഫലം നൽകും എന്നു പറഞ്ഞതുകൊണ്ട് കർമ്മഫലം നൽകുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യന് തന്റെ അധ്വാന പരിശ്രമങ്ങളുടെ ഫലമായി ഇഹലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങൾ ഐഹിക പ്രതിഫലമാണ്. ഈ ലോകത്തിലെ അധ്വാന പരിശ്രമങ്ങളുടെ ഫലമായി പരലോകത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് പാരത്രിക പ്രതിഫലം. പൊതുമാനുഷിക ധർമ്മങ്ങൾ പാലിക്കുന്നതിൽ ഒരാളുടെ ഉദ്ദേശ്യം ഐഹിക താൽപര്യങ്ങളോ പാരത്രിക നേട്ടങ്ങളോ എന്നതാണ് ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് നിർണായകമായ ചോദ്യം. ദൈവത്തിന്റെ അനുഗ്രഹാശിസ്സുകൾക്ക് അർഹമായ വില കൽപ്പിക്കുന്നവരാണ് ഷാക്കിരീൻ അഥവാ നന്ദി കാണിക്കുന്നവർ. സത്യദീൻ പഠിപ്പിച്ചു കൊടുക്കുക മുഖേന ഇഹലോക ജീവിതത്തെക്കാൾ എത്രയോ വിശാലമായ ശാശ്വത ജീവിതത്തെക്കുറിച്ച് അള്ളാഹു മനുഷ്യന് അറിവ് നൽകി. അവന്റെ പ്രയത്നഫലങ്ങൾ ക്ഷണികമായ ഐഹിക ജീവിതത്തിൽ പരിമിതമല്ലെന്നും അനന്തമായ പാരത്രിക ജീവിതത്തോളം നീണ്ടുപോകുന്നതാണെന്നും അവനെ ഉണർത്തി. തന്റെ പ്രയത്നങ്ങളുടെ ഫലം ഇഹലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കണ്ടില്ലെങ്കിൽ അഥവാ പ്രതികൂലമായ ഫലമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ പോലും നിരാശനാവാതെ ദൈവത്തിൽ സർവസ്വം അർപ്പിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ് നന്ദി കാണിക്കുന്നവൻ. മറിച്ച് പ്രസ്തുത അറിവും ബോധ്യവും ലഭ്യമായതിനു ശേഷവും നിസ്സാരമായ ഭൗതിക ഭ്രമങ്ങളിൽ നിന്ന് പുറത്തു കടക്കാത്ത മനുഷ്യൻ നന്ദികെട്ടവനാണ്. പാരത്രിക ജീവിതത്തിലെ ദുഷ്ഫലങ്ങളെ ഗൗനിക്കാതെ ഐഹിക ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉളവാക്കുന്നതായി തോന്നുന്ന അബദ്ധചെയ്തികളിൽ അവർ വ്യാപൃതരാവുന്നു. ഇഹലോകത്ത് നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാത്തതോ നഷ്ടം സംഭവിക്കുമെന്ന് ശങ്കിക്കപ്പെടുന്നതോ ആയ നല്ല പ്രയത്നങ്ങളിൽ തങ്ങളുടെ സമയവും സമ്പത്തും ശക്തിയും ചെലവഴിക്കാൻ അവർ സന്നദ്ധരാകുന്നതല്ല. പരലോകത്ത് അവയുടെ ഫലങ്ങൾ എത്രമേൽ ഉത്തമമാണെങ്കിലും അള്ളാഹു നൽകിയ അറിവിനെ അനാദരിക്കുന്ന നന്ദി കെട്ടവരത്രേ അവർ. وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. ഇതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാർ കടന്നുപോയിരിക്കുന്നു. നിരവധി ഭക്തന്മാർ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരിടേണ്ടി വന്ന വിപത്തുകളെ ചൊല്ലി അവർ മനസ്സിടിഞ്ഞവരായിട്ടില്ല. ദൗർബല്യം കാണിച്ചിട്ടുമില്ല. അസത്യത്തിനു മുമ്പിൽ തല കുനിച്ചിട്ടുമില്ല. ഈ വിധമുള്ള സഹനശീലരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. മുൻ പ്രവാചക അനുയായികളുടെ ആൾബലവും ആയുധ സാമഗ്രികളും നന്നേ കുറവായിരുന്നു. ശത്രുക്കളുടേത് വളരെ അധികവുമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ഭയമില്ലാതെ അടിയുറച്ചുനിന്ന് പൊരുതുകയും അധർമ്മകാരികളുടെ മുമ്പിൽ കീഴടങ്ങാതിരിക്കുകയും ചെയ്തുവെന്ന് സാരം. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. അവരുടെ പ്രാർത്ഥന ഇതുമാത്രമായിരുന്നു: നാഥ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. നിന്റെ പരിധികൾ കവച്ചു കടന്നുകൊണ്ടുള്ള ഞങ്ങളുടെ കർമ്മങ്ങൾ മാപ്പാക്കേണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. നിഷേധികൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ തുണയരുളേണമേ. فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. അങ്ങനെ അല്ലാഹു അവർക്ക് ഐഹികമായ പ്രതിഫലം നൽകി. അതിനേക്കാൾ ഉത്തമമായ പാരത്രിക ഫലവും നൽകി. ഇவ்விധമുള്ള സുഹൃതന്മാരെയത്രേ അല്ലാഹു സ്നേഹിക്കുന്നത്. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. അല്ലയോ സത്യവിശ്വാസികളെ,
സത്യനിഷേധം കൈക്കൊണ്ട ജനങ്ങൾക്ക് വഴിപ്പെട്ടു നടക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ പിന്നോട്ട് തിരിച്ചുകൊണ്ടുപോകുന്നതും അങ്ങനെ നിങ്ങൾ പരാജിതരായിത്തീരുന്നതുമാകുന്നു. സത്യനിഷേധികളുടെ പ്രചാരണത്തിന് വഴങ്ങിയാൽ അവർ നിങ്ങളെ കുഫറിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. ഉഹദിൽ സംഭവിച്ച പരാജയത്തെ ആയുധമാക്കി യഹൂദരും മുനാഫിക്കുകളും മുസ്ലിം സാധാരണക്കാർക്കിടയിൽ പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മുഹമ്മദ് ദൈവദൂതനാണെങ്കിൽ ഈ പരാജയം എങ്ങനെ സംഭവിച്ചു? മുഹമ്മദിൽ അസാധാരണമായി ഒന്നുമില്ല. സാധാരണ മനുഷ്യരെപ്പോലെയാണ് അദ്ദേഹത്തിന്റെയും അവസ്ഥ. ഇന്ന് വിജയിച്ചെന്നു വരും, നാളെ പരാജയപ്പെട്ടെന്നും വരും. ദൈവിക സഹായവും പിന്തുണയും നിങ്ങൾക്കായിരിക്കുമെന്നുള്ള അയാളുടെ പ്രവചനമെല്ലാം കേവലം തട്ടിപ്പാണ്. ഇതൊക്കെയായിരുന്നു അവരുടെ ദുർബോധനങ്ങൾ. ബലില്ലാഹു മൗലാകും വഹുവ ഖൈറുൻ നാസിരീൻ. അവരല്ല നിങ്ങളുടെ രക്ഷകർ, പ്രത്യുത നിങ്ങളുടെ രക്ഷകനും സഹായിയും അല്ലാഹുവാകുന്നു എന്നതത്രേ യാഥാർത്ഥ്യം. അവനല്ലോ സഹായകരിൽ അത്യുത്തമൻ. وَلِيُمَحِّصَ اللَّهُ الَّذِينَ آمَنُوا وَيَمْحَقَ الْكَافِرِينَ.